വളരെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് നിങ്ങളെ അഭിനയിക്കുന്നത്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ MSFന്റെ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് പ്രസിഡന്റായി, ജില്ലയിലെ MSFന്റെ ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്ന് തുടക്കം കുറിച്ച നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റിയുടെ പിൻതലമുറക്കാർ പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിഷ്കളങ്കരായ ഒരു കൂട്ടം മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുള്ള ചേനായി തന്നെ ഇത്തരം ഒരു കൂടിച്ചേരലിന് വേദിയൊരുക്കലിൽ ഞാൻ അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. നമ്മുടെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഒന്ന് കക്കാടാണ്, പ്രിയപ്പെട്ട അസീസ് മാസ്റ്റർ വഴി. പിന്നീട് അതേപോലെ നമുക്ക് മറ്റൊരു നിഷ്കളങ്കരായ പ്രവർത്തകന്മാരുള്ള പ്രദേശമാണ് ചേനായി. അവിടെയാണ് നിങ്ങൾക്ക് മനോഹരമായ ആതിഥ്യമൊരുക്കി എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ ഒരു കെട്ടും മട്ടും കാണാൻ വേണ്ടി ഒരു പഴയകാല MSFകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ കടന്നു വന്നു. എനിക്ക് MSFന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ഒന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം സിദി ഹാജിയെ കൂട്ടി കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ മുന്നിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നിരാശയായിരുന്നു ഫലം. പർദ്ദയണിഞ്ഞ മഫ്തയണിഞ്ഞ ഒരൊറ്റ കുട്ടികളെയും കാണാൻ കഴിയുന്നു. അങ്ങനെ അന്ന് CHനോട് സിദി ഹാജി പറഞ്ഞു, പ്രിയപ്പെട്ട CH, നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഇതുപോലെ കലാലയങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സന്തോഷകരമായ കാഴ്ച കണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ CH കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും ഹൈസ്കൂൾ അനുവദിച്ചു. SSLC വിദ്യാഭ്യാസ സൗജന്യമാക്കി. മുസ്ലിം പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായി കൈപിടിച്ചുയർത്താൻ അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. ഇപ്പം അഭിമാനത്തോടെ പറയട്ടെ, ആ CH തുടക്കം കുറിച്ച ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് ഫ്ലൈറ്റ് പറത്തുന്ന മലപ്പുറത്തെ പെൺകുട്ടികളെ വരെ നാം കാണുകയാണ്. മലപ്പുറത്തെ കുട്ടികളൊക്കെ കോപ്പി അടിച്ചിട്ടാണ് വിജയിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ SSLC ഫലം പുറത്തു വന്നപ്പോഴും ഏറ്റവും കൂടുതൽ A+ നേടിയ ഒരു ജില്ലയായി മലപ്പുറം മാറാൻ കഴിഞ്ഞത്, അതിൽ തന്നെ നമ്മുടെ പെൺകുട്ടികൾ മാറിയത് CHും മുസ്ലിം ലീഗും മുന്നോട്ട് വെച്ച ദീർഘവീക്ഷണത്തോടെയുള്ള നമ്മുടെ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. നക്ഷത്രത്തെ കണ്ടുപിടിച്ച പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടു. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഒരു സ്ഥാപനത്തിൽ കുറെ കാലം ഞാൻ ജോലി ചെയ്തു. എല്ലാ രാത്രിയിലും അവിടെ നിന്ന് സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ മഫ്തയണിഞ്ഞ പെൺകുട്ടികൾ കടന്നു വരുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള കുട്ടികളുണ്ട്. CH കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആരാധനാ ദിനമായ പെസഹ വ്യാഴാഴ്ചയ്ക്ക് പൊതു അവധി പ്രഖ്യാപിച്ചത് നമ്മുടെ CH. ശ്രീകൃഷ്ണ ജയന്തിക്ക് അവധി കൊടുത്തത് നമ്മുടെ CH. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മുസ്ലിം ലീഗാണ്, CH. ആദിശങ്കരന്റെ പാദസ്പർശനമേറ്റ കാലടിയുടെ മണ്ണിൽ മലയാള സംസ്കൃത സർവകലാശാല തുടക്കം കുറിച്ച് നീട്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഒരിക്കൽ CHനെ കുറിച്ച് കടുത്ത RSSകാരനായ മാരാർ പോലും പറഞ്ഞത്, CHM പോയ എന്ന് പറയുന്നത് C for Christ, അത് ക്രൈസ്തവനെ പ്രദാനം ചെയ്യുന്നു. M for മുസ്ലിം, അത് മുസൽമാനെ പ്രദാനം ചെയ്യുന്നു. H for ഹിന്ദു, അത് ഹിന്ദുവിനെ പ്രദാനം ചെയ്യുന്നു. പുതിയ തലമുറയോട് പറയാൻ കഴിയുന്നത്, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ ഒരുപക്ഷെ കലാലയങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിക്കുന്നവരോട് നിങ്ങൾക്ക് ധീരമായി മറുപടി പറയാൻ കഴിയും. ആ CHന്റെ പിൻതലമുറക്കാരാണ് ഞങ്ങളെന്ന് ഞാൻ ചുരുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട MSFന്റെ ഭാരവാഹികളോട് പറയാനുള്ളത്, നിങ്ങൾ സംതൃപ്തരായി നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി കിടന്നുറങ്ങാം. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അവിടെ പൂർണ്ണമായി നടപ്പിലായിട്ടുണ്ട്. ഈ സമ്മേളനം മനോഹരമായിട്ടുണ്ട്, വിജയപ്രദമായിട്ടുണ്ട്. എല്ലാവർക്കും വളരെ അഭിമാനത്തോടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.